ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ 2 വീഡിയോസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വല്ലാണ്ട് നീരുവീഴ്ചയാണ്, ചുമയാണ്, അതുകൊണ്ട് സൗണ്ടിന് ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നോ, ഇന്ന് നമുക്ക് കാസ്റ്റർ ഓയിൽ, അതായത് അവണക്കെണ്ണ നമ്മുടെ സ്കിന്നിനും അതുപോലെ ഫേസിനും എങ്ങനെ നമുക്ക് ബെനിഫിറ്റ് ചെയ്യും, എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിനും ഫേസിനും കിട്ടുന്നതെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. കാസ്റ്റർ ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി മെഡിസിനൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലേ, നമുക്കറിയാം. അതുപോലെ ബ്യൂട്ടി സൈഡിലും കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്നതിലും എല്ലാം ധാരാളമായിട്ട് ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നോ, ഇതിൽ ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്, എങ്കിലും ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ നിലനിർത്തുന്നത്, സ്കിന്ന് ഫസ്റ്റ് ലെയറല്ല സെക്കൻഡ് ലെയറും എല്ലാം ഹൈഡ്രേറ്റ് ചെയ്യുന്നതിന് ഈ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള പിന്നെ അവണക്കെണ്ണ വളരെ എഫക്റ്റീവാണ്. അതുകൊണ്ട് ഒത്തിരി കോസ്മെറ്റിക്സിലും ഇത് അവർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന 2-3 പാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഫൈൻ ലൈൻസ് ഒരു 30 വയസ്സിനൊക്കെ ശേഷമാണല്ലേ നെറ്റിയിലും അതുപോലെ ലാഫ് ലൈനൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇത് മാറുന്നതിനും സ്കിൻ നല്ല ഗ്ലോ കിട്ടുന്നതിനും നമുക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചൊരു പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിന് നമുക്ക് ആവശ്യം എന്താണെന്ന്, ക്യാരറ്റാണ്. ക്യാരറ്റും ഓട്സും. അപ്പം നമുക്ക് ഒരു ക്യാരറ്റ് എടുക്കാം, ഒരു 2 സ്പൂൺ ഓട്സ് എടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ക്യാരറ്റ് പീൽ ചെയ്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളയണേ, എന്നിട്ട് നന്നായിട്ട് കഴുകി അരിഞ്ഞ് ഈ ഓട്സിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് വേവിച്ച് മിക്സിയിൽ അരച്ചൊരു പേസ്റ്റ് രൂപത്തിലെടുക്കണം. ഓക്കെ, അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ കാസ്റ്റർ ഓയിലും 1/2 സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്ത് ഇത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നോ, സ്കിൻ ഗ്ലോ ആവുന്നത് മാത്രമല്ല, സ്കിന്നിന് നല്ല മോയ്സ്ചറൈസർ കിട്ടും, നല്ല പിന്നെ ഫൈൻ ലൈൻസൊക്കെ പോയി സ്കിൻ വരാതിരിക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 30-35 വയസ്സിന് ശേഷം ഇങ്ങനെ ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുന്ന ഒരു സമയം തുടങ്ങി, അതിന് മുന്നേ ഇത് ചെയ്യണമെന്ന് ഞാൻ പറയണത്. ഒരു 30-35 വയസ്സിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഇതാണ് ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള പാക്ക് കേട്ടോ. പിന്നെ രണ്ടാമത് പിന്നെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ്. അവരെ സംബന്ധിച്ച് അവർക്കൊന്നും മുഖത്തിടാൻ പറ്റില്ല അല്ലേ, പക്ഷെ അവർക്ക് ഈ കാസ്റ്റർ ഓയിലും ബനാനയും കൂടെ അവർക്ക് മുഖത്തിടാൻ സാധിക്കും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണേ. അത് ചാടിക്കേറി മാഡം എന്നും പറഞ്ഞ് നിങ്ങൾ ഇട്ടേക്കല്ലേ. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, ഈവൺ ഒരു പൗഡർ ഇടുമ്പോൾ പോലും നിങ്ങൾ അത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടേ ഇടാവൂ. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പഴുത്ത ബനാന വേണം. നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്നൊക്കെ നമ്മൾ പറയുന്ന ബനാന നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് കാസ്റ്റർ ഓയിലും കൂടെ 1 സ്പൂൺ ഒഴിച്ച്, 1 സ്പൂണോ 1/2 സ്പൂണോ ഒഴിച്ച് നന്നായിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രൈനെസ് പോയി സ്കിൻ നല്ല ഫ്രഷ് ആൻഡ് ഗ്ലോ ആവുന്നതിന് കേട്ടോ, ആ മുഖത്തെ ഒരു എണ്ണമയൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നതിന് ഈ വല്ലാണ്ട് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് മുഖക്കുരു ഉള്ളവർക്കാണ്. അപ്പം നമ്മൾ ഓർക്കും, അയ്യോ ഇത് എണ്ണയല്ലേ, മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ കുരു വരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയെ. അങ്ങനെയല്ല, ഇത് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുന്നതിനും ഡീപ്പായിട്ട് പിന്നെ സ്കിൻ ലെയറൊക്കെ മോയ്സ്ചറൈസർ ചെയ്യുന്നതിനും അതോടൊപ്പം നല്ല ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ ഈ മുഖക്കുരു അതിനോടനുബന്ധിച്ചുള്ള നീർവീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റുന്നതിന് കാസ്റ്റർ ഓയിൽ നമുക്ക് മുൾട്ടാണി മിട്ടി ഒരു 1/2 സ്പൂൺ എടുക്കുക. കാസ്റ്റർ ഓയിൽ അതിനകത്ത് 1/2 സ്പൂൺ ഒഴിച്ച് ഈ മുഖക്കുരുവിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ലതാണ് ഇത്. മുഖക്കുരു പോകുന്ന മാത്രമല്ല, ഞാൻ പറഞ്ഞ വിട്ട് നമ്മൾ ഡീപ്പായിട്ട് മോയ്സ്ചറൈസർ ചെയ്യുന്നതിനും ക്ലെൻസ് ചെയ്യുന്നതിനും എല്ലാത്തിനും ഈ ഒരു പാക്ക് നല്ലതാണ്. മുൾട്ടാണി മിട്ടി എല്ലാവർക്കും അറിയാമല്ലോ, നല്ല നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും വലിച്ചെടുക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഈ പിന്നെ അവണക്കണ്ണയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇരട്ടി ഫലം കിട്ടും. അതാണ്
മുഖക്കുരു ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കാർക്ക് ഏറ്റവും മുഖം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്കിൻ അങ്ങ് ഡ്രൈ ആയി വല്ലാണ്ട് ആ കൂട്ടത്തിൽ ആ പാടുകളും ആ കൂട്ടത്തിൽ സ്കിൻ അങ്ങ് വലിഞ്ഞു മുറുകി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ഏജിങ് സ്കിന്നുകാർക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഉള്ള പാക്കാണ് അടുത്തത്. അതിന് നമുക്ക് കുക്കുംബറാണ് വേണ്ടത്. കുക്കുംബർ നിറയെ വൈറ്റമിൻ സിയും ഫോലേറ്റും അതുപോലെ ടാനിങ് മാറുന്നതിനും സ്കിന്നിലുള്ള കറുപ്പ് പാടുകളൊക്കെ പോകുന്നതിനും എല്ലാത്തിനും നമുക്കറിയാമല്ലോ കുക്കുംബർ നല്ലതാണ്. അതുപോലെ തന്നെ പൊട്ടറ്റോ ഞാൻ ഓൾറെഡി വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന അസ്ലേക് ആസിഡ് പാടുകളും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ വരാതിരിക്കുന്നതിനും ഏറ്റവും ബെസ്റ്റാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഈ കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്യുന്നു. കാസ്റ്റർ ഓയിൽ ഡീപ്പ് മോയ്സ്ചറൈസറാണ്, ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യണേന്ന് നോക്കാം. നമുക്ക് അര കുക്കുംബർ എടുക്കാം കേട്ടോ, അര കഷ്ണം മതി, അധികം വേണ്ട. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് അരച്ച് മിക്സിയിലിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ അങ്ങ് ആക്കണം. അതിലേക്ക് നമുക്ക് പിന്നെ കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. പിന്നെ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പൗഡർ ഇടണമെങ്കിൽ റൈസ് ഫ്ലോർ ഇടാം, അതുപോലെ കടലമാവ് ഇടാം, പിന്നെ വീറ്റ് ഫ്ലോർ ഇടാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റിനകം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് ഏറ്റവും നല്ലതാണ്. പിഗ്മെൻറ്റേഷൻ കറുത്ത പാടുകൾ പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസർ കിട്ടും. ഓക്കെ, നമ്മൾ കാസ്റ്റർ ഓയിൽ ഒഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഇത് നല്ലൊരു പാക്കാണ്. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഈ പാക്ക്. ഓക്കെ, പിന്നെ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, സ്ട്രെച്ച് മാർക്കുള്ളവർക്ക്. ഓക്കെ, സ്ട്രെച്ച് മാർക്ക് ദേഹത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രെച്ച് മാർക്കിനെ കുറിച്ച്. അപ്പം നമുക്ക് ഈ റെഗുലറായിട്ട് ഈ കാസ്റ്റർ ഓയിൽ എടുത്ത് ഈ കുറച്ച് മതി കേട്ടോ, അധികമൊന്നും വേണ്ട, 2-3 തുള്ളി എടുത്ത് നമ്മുടെ ആ സ്ട്രെച്ച് മാർക്ക് ഉള്ളിടത്ത് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് റെഗുലറായിട്ട് ചെയ്യണേ. അല്ലാണ്ട് ഞാൻ എല്ലാ പാക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി, 2 ദിവസം ചെയ്താൽ മതി എന്ന് പറഞ്ഞ കൂട്ടല്ല. ഇത് റെഗുലറായിട്ട് നമ്മൾക്ക് ഇത് മസാജ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ, അല്ലാണ്ട് ഇന്നോ നാളെ ചിലർ ചോദിക്കും എത്ര ദിവസം കൊണ്ട് പോകുന്നു, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. റെഗുലറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതൊന്ന് ഫെയ്ഡായി അത് മാഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ കുളിക്കുന്ന വെള്ളത്തിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുളിക്കുമ്പോൾ നമ്മൾ കുളിച്ച ദേഹത്തെ നനവോടുകൂടി ഇതൊരു കുപ്പിയിൽ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ദേഹത്തെ നനവോടുകൂടി കുറച്ചെടുത്ത് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് പിടിപ്പിച്ച ദേഹം മുഴുവനും നല്ല മോയ്സ്ചറൈസറായിട്ട് ആ ഡ്രൈനെസ്സൊക്കെ പോയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ പാക്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഡ്രൈ സ്കിന്നിനും അല്ല, എല്ലാ സ്കിന്നിനും ഇത് ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യുക. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.